ആശങ്കപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് വലിയങ്ങാടിയിലുണ്ടായ ഒരു അപകടമാണ്. ആ അപകടവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഇത്രയും പഴക്കമുള്ളൊരു കെട്ടിടം അത് 3 പേരുടെ ജീവൻ എടുക്കുന്നത് വരെ വെച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലേ? അധികൃതർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ദുരന്തം സംഭവിക്കുന്നത് വരെ, ഏറ്റവും മോശം അവസ്ഥയിലേക്ക് അത് പോകുന്നത് വരെ ഒരു ഇല പോലും അതിന് മുകളിൽ അനക്കില്ല എന്ന് പറയുന്നത്? നമ്മുടെ മുഖ്യമന്ത്രി അധികാരത്തിലേറുന്ന സമയത്ത് എന്താണ് പറയുന്നത്? ഓരോ ഫയലിന് ചുറ്റും, ഓരോ ഫയലിനുള്ളിലും ഓരോ ജീവിതമാണ് എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സർക്കാർ സംവിധാനം ഇങ്ങനെ അനങ്ങാതെ പോകുന്നത്, ഇച്ഛാശക്തി പ്രകടിപ്പിക്കാത്തത് എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ ഇന്നും അവിടെ നിന്ന് ഉയർന്നു കേട്ടു. ആ പരിസരത്തുള്ള എല്ലാവർക്കും അറിയാം ഈ കെട്ടിടങ്ങൾ പഴകിയതാണ്, അത് ആപത്തുണ്ടാക്കുന്നതാണ്, അവിടെ ഇനി കച്ചവടങ്ങൾ പാടില്ലാത്തതാണ് എന്നൊക്കെ. കോർപ്പറേഷൻ ഇപ്പോൾ അധികാരത്തിലേറിയ ഭരണസമിതി ആയിരിക്കാം, പക്ഷെ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയാം. ആരും അനങ്ങിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു പ്രശ്നം, അപകടഭീതി ഉണ്ടാക്കുന്ന ഒന്ന്, ഇപ്പോൾ നോക്കൂ, മഴ വരാൻ തുടങ്ങുകയാണ്, ന്യൂനമർദ്ദമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മരമോ ഒരു കെട്ടിടമോ ഒക്കെ ഒരു അപകടാവസ്ഥയിലാണ് എങ്കിൽ ഏറ്റവും അടുത്ത അധികൃതരെ അറിയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ മാധ്യമങ്ങളെ അറിയിക്കുക. ഇപ്പോൾ നമ്മളിലേക്ക് തന്നെ എത്തിക്കുകയാണെങ്കിൽ നമ്മളത് വാർത്തയായി പുറത്തു വരും, നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് വരെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് നിസ്സംഗ മനോഭാവം ഇനി നമ്മൾ വെച്ചു പുലർത്തുകയേ ഇല്ല എന്നുള്ളതാണ് ഇന്ന് നഷ്ടപ്പെട്ട ജീവനുകളോട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം.